എല്ലാവർക്കും സ്പൈസ് ഡിഷേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുമായി ഒരു പക്കോടയുടെ റെസിപ്പിയാണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. നമ്മൾ പലതരം പക്കോട കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇത് അതുപോലത്തെ അല്ല. ഇത് ഞാൻ മാഗി വെച്ചാണ് തയ്യാറാക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഇൻസ്റ്റന്റ് നൂഡിൽസ് വേണോ യൂസ് ചെയ്യാവുന്നതാണ്. ഞാൻ മാഗി വെച്ച് ചെയ്തതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഫുള്ള് കാണുക. എന്നിട്ട് വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. സോ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ പക്കോട തയ്യാറാക്കാൻ ആദ്യം ഞാൻ മാഗിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം ഞാൻ 2 പാക്കറ്റ് മാഗിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. 2 പാക്കറ്റ് മാഗിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ടേസ്റ്റ് മേക്കറും വേണം. നമ്മൾ സാധാരണ മാഗി ഉണ്ടാക്കുന്നത് പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിവിടെ മാഗി തയ്യാറാക്കാൻ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ മാഗി ഉണ്ടാക്കും പോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. നമുക്കിത് നോർമൽ മാഗി എങ്ങനെയാണോ ഉണ്ടാക്കുന്നത് അതുപോലെ ഉണ്ടാക്കിയെടുക്കാം. ഇപ്പോൾ ഇവിടെ നമ്മുടെ മാഗി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഡ്രൈ ആയിട്ട് തന്നെ ഉണ്ടാക്കുക, ഒരുപാട് വെള്ളമായി പോകരുത്. ഇനി ഇതൊന്ന് തണുത്തതിന് ശേഷം നമുക്ക് എങ്ങനെയാണ് പക്കോട തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇനി ഇതിനാവശ്യമായിട്ടുള്ള വെജിറ്റബിൾസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കപ്പ് ക്യാബേജ്, 1/4 കപ്പ് ക്യാരറ്റ്, ഒരു സവോളയും കുറച്ച് മല്ലിയിലയുമാണ് എടുത്തിരിക്കുന്നത്. ഇനി ഒരു ബൗൾ എടുക്കുക. എന്നിട്ട് അതിലേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ക്യാബേജ് ആണ് ഇടുന്നത്. നെക്സ്റ്റ് ക്യാരറ്റ്, പിന്നെ സവോള, പിന്നെ മല്ലിയില. ഇനി നെക്സ്റ്റ് ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 1/4 സ്പൂൺ ഗരം മസാല, പിന്നെ ഈ വെജിറ്റബിൾസിന് ആവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പ്. മാഗിയിൽ ഓൾറെഡി ഉപ്പുള്ളത് കൊണ്ട് കുറച്ച് ഉപ്പ് മതിയാകും ആ വെജിറ്റബിൾസ് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ തയ്യാറാക്കി വെച്ച മാഗി ആഡ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക്. ഇനി ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ജസ്റ്റ് ഒന്ന് ബൈൻഡായി കിട്ടാനായിട്ടാണ്. ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം കൈകൊണ്ട്. നന്നായിട്ട് കൈകൊണ്ട് മിക്സ് ചെയ്തെടുക്കാം വെജിറ്റബിൾസും മസാലയും മാഗിയും എല്ലാം. പക്കോടയ്ക്ക് ഉരുട്ടാൻ പറ്റുന്ന ഒരു പാകത്തിന് ഇത് നന്നായിട്ട് കുഴച്ചെടുക്കാം. ഞാനിവിടെ വെജിറ്റബിൾസും മാഗി എല്ലാം നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കൈകൊണ്ട് ബോൾസ് ആക്കി എടുക്കുക എന്നുള്ളതാണ് നെക്സ്റ്റ് പ്രോസസ്സ്. അപ്പോൾ കയ്യിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്യുക. എന്നിട്ട് കുറച്ച് പക്കോടയുടെ മിക്സ് എടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് ബോൾസ് പോലത്തെ ഷേപ്പിൽ ആക്കിയെടുക്കുക. നമ്മുടെ ആദ്യത്തെ പക്കോട റെഡിയായി. ഇതേ സൈസിൽ തന്നെ ബാക്കിയുള്ള ബോൾസ് നമുക്ക് റെഡിയാക്കി എടുക്കാം.
ബാക്കിയുള്ള പക്കോടയും റെഡിയാക്കി എടുക്കാം. അപ്പം ഞാനിവിടെ എല്ലാ ബോൾസും നന്നായിട്ട് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. എനിക്ക് ഈ 2 പാക്കറ്റ് മാഗി കൊണ്ട് 20 പക്കോടയാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. നിങ്ങൾക്ക് ഇതിൻ്റെ സൈസ് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ചെറുത് വേണമെങ്കിൽ ചെറുതായിട്ട് ഉണ്ടാക്കാം, വലുതായിട്ടാണെങ്കിൽ അത് അങ്ങനെ തന്നെ ചെയ്യാവുന്നതാണ്. അപ്പം ഞാനിതുപോലെ മീഡിയം സൈസിലുള്ള 20 എണ്ണമാണ് ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഈ പക്കോട ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു കടായിലേക്ക് എണ്ണ എടുത്ത് വെച്ചിട്ടുണ്ട്. ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് എണ്ണ ചൂടായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എണ്ണ നന്നായി ചൂടായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് ഓരോരോ ബോൾസായിട്ട് ഇട്ട് കൊടുക്കാം എണ്ണയിലേക്ക്. എന്നിട്ട് നല്ല ഗോൾഡൻ ബ്രൗൺ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഫ്രൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, തീ മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇടണം, അല്ലെങ്കിൽ അതിൻ്റെ ഔട്ടർ ഭാഗം മാത്രം നല്ല ബ്രൗൺ കളറാകും, എന്നിട്ട് അകത്ത് വേഗത്തില്ല. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ പക്കോട നല്ല ക്രിസ്പിയും ഗോൾഡൻ ബ്രൗണും ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് ബാക്കിയുള്ള പക്കോടയെ ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ വളരെ ക്രിസ്പിയും അതുപോലെ തന്നെ ടേസ്റ്റിയുമായിട്ടുള്ള മാഗി പക്കോട റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഞാനിവിടെ സോസിൻ്റെ കൂടെയാണ് സെർവ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് മാഗി വെച്ച് തയ്യാറാക്കിയെന്ന് വെച്ച് ഇതിൻ്റെ ടേസ്റ്റ് മാഗിയുടെ പോലെ അല്ല കേട്ടോ, വേറൊരു ഫ്ലേവറാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. വൈകുന്നേരം ഒരു 4 മണിക്കൊക്കെ ആകുമ്പോൾ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ ഒരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. എന്നിട്ട് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, കാരണം നിങ്ങളുടെ ഓരോ ലൈക്കും എനിക്ക് പ്രചോദനമാണ്. അതുപോലെ തന്നെ വീഡിയോ ഷെയർ ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, കാരണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്ക് മുമ്പോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് എൻ്റെ ഫ്യൂച്ചർ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് കിട്ടുള്ളൂ. സോ കീപ് സപ്പോർട്ടിങ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ.